വെൽക്കം ടു പെൻസാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പാലിയോബോട്ടണിയിലെ അവസാനത്തെ ടോപ്പിക് ആയിട്ടുള്ള ഫോസിലൈസേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ഫോസിൽസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ഒരു ഫോസിൽ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ഫോസിലിസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഒരു ഫോസിലിസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ടു ഡഗ് അപ്പ് എന്നാണ്. ഓക്കെ, ടു ഡഗ് അപ്പ്, അതായത് ഫോസിലിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ആൻഷ്യന്റ് ലൈഫ് ഡഗ് അപ്പ് ചെയ്തെടുക്കുന്നതല്ലേ, ആൻഷ്യന്റ് ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ഫോസിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റിന്റെ പേര്, അതിൽ ആദ്യത്തെ രണ്ടെണ്ണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡോൾഫ് ബ്രോഗ്നെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് പാലിയോബോട്ടണി എന്ന് അറിയപ്പെടുന്നത്. ബീർബൽ സാനി ആണ്. ഓക്കെ, ഇത് അധികവും ചോദിച്ചിട്ടുണ്ട്. ബീർബൽ സാനി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോബോട്ടണി. ഓക്കെ, അതുകൂടാതെ മറ്റു സയന്റിസ്റ്റും കൂടി ഉണ്ട്. ഈ ഒരു ഫോസിൽ പ്ലാന്റ് സ്റ്റഡിയുടെ പൈനിയർ, അതായത് ആദ്യ കാലങ്ങളിൽ ഫോസിൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് വില്യം ക്രോഫോർഡ് വില്യംസൺ എന്ന് പറയുന്നത്. ദെൻ ആൻഷ്യന്റ് ക്ലൈമറ്റിന്റെയും ഫോസിൽ പ്ലാന്റിനെയും കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഒസ്വാൾഡ് ഹീർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആൽബർട്ട് ചാൾസ് സെബാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫോസിൽ പ്ലാന്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഫോസിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഫോസിലൈസേഷൻ എന്ന് പറയുന്നത്? അതായത് ജിയോളജിക്കൽ ടൈമിൽ ഓരോ ടൈം പീരീഡിലും പ്ലാന്റിന്റെയും ആനിമൽസിന്റെയും റെമിനൻസ് റോക്കിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന പ്രോസസ് ആണ് ഫോസിലൈസേഷൻ. അതിന് എന്തൊക്കെ വേണം? റാപ്പിഡ് ആയിട്ട് നമ്മൾ ബെറിയല്, സെഡിമെന്റേഷൻ, ഓക്സിജന്റെ അളവ് കുറയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഡീകേ പ്രിവെന്റ് ചെയ്യാൻ. ആ ഒരു കണ്ടീഷനിലൊക്കെയാണ് ഫോസിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോസിലൈസേഷൻ നടക്കുമ്പോൾ സാധാരണ ഇന്റേണൽ, എക്സ്റ്റേണൽ ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ് ആണ് ഫോസിലൈസേഷനിലൂടെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രിസർവേഷൻ എന്ന് ചോദിച്ചാലും ഫോസിലൈസേഷൻ എന്ന് ചോദിച്ചാലും ഉദ്ദേശിക്കുന്നത് സെയിം കോണ്ടന്റ് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഫോസിലൈസേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തേതാണ് പെർ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. വളരെ ചുരുക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർ മിനറലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ടിഷ്യൂസിൽ മിനറൽസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസിൽ മിനറൽസ്, അതായത് പ്ലാന്റ് സെഡിമെന്റ് അടിയിൽ അണ്ടറിൽ ബെറി ചെയ്യുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവുമല്ലോ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആയിരിക്കുമല്ലോ. അത് മെയിൻ ആയിട്ട് സിലിക്ക, കാൽസൈറ്റോസിയം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാൽസൈറ്റ് എന്ന് പറയാം, കാർബണേറ്റ്. ഓക്കെ, കാൽസൈറ്റോസിയം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസൈറ്റ് അയോൺ ഒക്കെ എന്ത് ചെയ്യും? സില്ലിന്റെ ഇടയിലുള്ള സ്പേസിലോട്ട് ഇൻഫിൽട്ടർ ചെയ്തു പോകും. ഓക്കെ, ഇൻഫിൽട്ടർ ചെയ്തു പോകും. അപ്പൊ ഇൻഫിൽട്രേഷൻ വഴിയാണ് ഈ ഒരു പെർ മിനറലൈസേഷൻ നടക്കുന്നത്. പെട്രിഫാക്ഷൻ അല്ലെങ്കിൽ പെർ മിനറലൈസേഷൻ എന്ന് പറയുന്നത് മിനറൽസ് പ്ലാന്റ് സെൽസിന്റെ ഇടയിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. ഈ ഒരു ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ഗ്രാജുവലി ഓൾറെഡി ഉള്ള ആ ഒരു ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ടിഷ്യൂലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു മിനറൽസ് അവിടെ വരും. ഓക്കെ, മിനറൽസ് ആർ റീപ്ലേസ് ദ ഓർഗാനിക് മെറ്റീരിയൽ. മിനറൽ ഓർഗാനിക് മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇന്റേണൽ അനാട്ടമി പ്രിവെന്റ് ചെയ്യാൻ. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ. സൈലം വെസൽസ്, ഗ്രോത്ത് റിങ്സ് ഒക്കെ അങ്ങനെയുള്ള പ്രിസർവേഷൻ ആണ് പെർ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. പെട്രിഫൈഡ് ആയിട്ടുള്ള വുഡ് ആണ്. ഓക്കെ, പെട്രിഫാക്ഷൻ എന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. പെട്രിഫൈഡ് ആയിട്ടുള്ള വുഡ് ആണ് ഇതിന് എക്സാമ്പിൾ. സ്റ്റോൺ ലൈക്ക് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. പെർ മിനറലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോൺ ലൈക്ക് ആയിട്ടുള്ള നല്ല ഹാർഡ് ആയിട്ടുള്ള ഫോസിൽ ആയിരിക്കും ഉണ്ടായിരിക്കാം. എക്സാമ്പിൾ നമ്മൾ വുഡിന്റെ ഫോസിലൊക്കെ പെർ മിനറലൈസേഷൻ എന്നാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, രണ്ടാമത്തേതാണ് റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പെട്രിഫാക്ഷന്റെ ഒരു അതേ സെയിം വേർഷൻ തന്നെയാണ്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നു മിനറൽ. അപ്പൊ റീപ്ലേസ്മെന്റ് എന്നുള്ള പ്രോസസ്സ് വഴിയാണ് പെട്രിഫാക്ഷൻ നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സ്ട്രക്ചർ അതേപോലെ ആയിരിക്കും, പക്ഷെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യും. കെമിക്കൽ കോമ്പോസിഷൻ ഇവിടെ മാറുന്നുണ്ട് അല്ലെ. ഇന്റേണൽ സ്ട്രക്ചർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സിലിസിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് ഫോസിൽസ് ഒക്കെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് കംപ്രഷൻ അല്ലെങ്കിൽ കാർബണൈസേഷൻ എന്ന് പറയാം. കംപ്രഷൻ അല്ലെങ്കിൽ കാർബണൈസേഷൻ. ഇത് പലതവണ കംപ്രഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രഷർ ബേസ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് മെറ്റീരിയൽ, അപ്പോൾ ലീഫ് ഒക്കെ ആണെങ്കിൽ ലീഫ് ഒക്കെ എന്ത് ചെയ്യും? ആ ഒരു പ്രഷറിന്റെ, ആ ഒരു സെഡിമെന്റിന്റെ പ്രഷർ കൊണ്ട് അവിടെ കംപ്രസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്ത് വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതായത്
ആ ഒരു പ്ലാന്റിന്റെ പാർട്ടിൽ കാണുന്ന വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ലോസ് ആകും. പക്ഷെ അവിടെ റിമെയിൻ ആയിട്ട് നിൽക്കുന്നത് കാർബൺ കണ്ടന്റ് ആയിരിക്കും. അപ്പൊ കാർബൺ കണ്ടന്റ് മാത്രം അവിടെ ബാക്കി ഉണ്ടാവും. അപ്പൊ ഒരു തിൻ കാർബൺ ഫിലിം മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ, പ്രഷർ ആ ഒരു പ്ലാൻ പാർട്ടിനെ ഫ്ലാറ്റൻ ചെയ്യുന്നു. ഫ്ലാറ്റൻ ചെയ്താൽ വോളറ്റൈൽ സബ്സ്റ്റൻസ് പാർഷ്യലി ലോസ്റ്റ് ആകുന്നു, കാർബൺ ഫിലിം മാത്രം ബാക്കി ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കംപ്രഷന്റെ ഒരു ഫോം ആണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഇംപ്രിൻസ് ആണ് ഉണ്ടാക്കുന്നെങ്കിൽ അതിന് ഇംപ്രഷൻ എന്നും പറയാം ട്ടോ. അപ്പൊ കാർബൺ ഫിലിം ഉണ്ടാകുമ്പോൾ അത് കംപ്രഷൻ അല്ലെങ്കിൽ കാർബണൈസേഷൻ എന്നാണ് എക്സാമ്പിൾ. അപ്പൊ ഗ്ലോസോപ്റ്റെറിസിന്റെ ഒക്കെ ഫോസിൽ ലീവ്സ് ഒക്കെ കാർബൺ അല്ലെങ്കിൽ കാർബണൈസേഷൻ വഴി കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് മോർഫോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്, ഇന്റേണൽ സ്ട്രക്ചർ അല്ല, മോർഫോളജി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബണൈസേഷൻ. നെക്സ്റ്റ് ഇംപ്രഷൻ. ഇംപ്രഷൻ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ പാർട്ട് ഒന്നും അവിടെ ഉണ്ടാവില്ല, പാർട്ടിന്റെ ഇംപ്രിന്റ് മാത്രം, ഒരു അടയാളം മാത്രം. നോ ഓർഗാനിക് മാറ്റർ പ്രസന്റ്, ഓർഗാനിക് മാറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓൺലി ദ ഇംപ്രിന്റ് ഓഫ് പ്ലാന്റ് റിമെയിൻസ്. അതായത് പാറകളിലൊക്കെ അടയാളം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു നെഗറ്റീവ് ഇംപ്രിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഓൺലി ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു ലീഫിന്റെ ഇംപ്രഷൻ ഒക്കെ മെയിൻ ആയിട്ട് ഇംപ്രഷൻ വഴിയാണ് ഉണ്ടായിരിക്കുക. അവിടെ കാർബൺ ഫിലിം ഇല്ല ട്ടോ. കാർബൺ ഫിലിം ഉണ്ടെങ്കിൽ അവിടെ കംപ്രഷൻ എന്നും, കാർബൺ ഫിലിമും ഇല്ലെങ്കിൽ അവിടെ ഇംപ്രഷൻ എന്നും ആണ് പറയുന്നത്. മെയിൻ ആയിട്ട് വീനേഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ലീഫിന്റെ വീനേഷൻ ഒക്കെ മനസ്സിലാക്കാൻ ഇംപ്രഷൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് മോൾഡ് ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. മോൾഡ് ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നതിൽ മോൾഡ് എന്ന് പറയുന്നത് ഹോളോ ക്യാവിറ്റി ആണ്, ഹോളോ ആയിട്ടുള്ള ക്യാവിറ്റി ആണ്. ആ ഒരു മോൾഡിന്റെ ഹോളോ ക്യാവിറ്റിയിലോട്ട് മിനറൽ ഫില്ല് ചെയ്താൽ അത് കാസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അതായത് പ്ലാൻ മെറ്റീരിയൽസ് ഡീകേ ചെയ്തു, പ്ലാൻ മെറ്റീരിയൽ ഡീകേ ചെയ്തിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടായി, ആ ഒരു ഹോളില് മിനറൽസ് ഫില്ല് ചെയ്തു. ഹോൾ ഉണ്ടാകുമ്പോൾ അതിനെ മോൾഡ് എന്ന് പറയുന്നു, അതിൽ മിനറൽ ഫില്ല് ചെയ്താൽ അതിനെ കാസ്റ്റ് എന്ന് പറയുന്നു. ഇത് ആക്ച്വലി ഈ ഒരു മോൾഡില് 3D ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള 3D എക്സ്റ്റേണൽ ഷേപ്പ് ആണ് ഈ ഒരു മോൾഡ് കാസ്റ്റിലൂടെ കിട്ടുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ മോൾഡിൽ പ്രിസർവ് ചെയ്യുന്നില്ല എന്ന് ഓർത്തു വെക്കുക. ഫോസിൽസിന്റെ സീഡ്, സ്റ്റെം അതൊക്കെ എക്സ്റ്റേണൽ മോർഫോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ആണ് ഈ ഒരു മോൾഡ് ആൻഡ് കാസ്റ്റ്. നെക്സ്റ്റ് കോൾ ബോളിന്റെ ഫോർമേഷൻ ആണ്. അതായത് ടൈപ്പിലും പഠിക്കുന്നുണ്ട് ഈ ഒരു കോൾ ബോളിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് ടിഷ്യൂസ് കാൽസ്യം കാർബണേറ്റ് പ്രിസർവ്ഡ് ഇൻ കാൽസ്യം കാർബണേറ്റ് ആണ് ട്ടോ. അതായത് ഒരു പ്ലാന്റിന്റെ പാർട്ട് ഉണ്ടായിരിക്കുമല്ലോ, അത് കോൾ സീംസിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ആ ഒരു കോൾ സീംസിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ ഒരു പ്ലാന്റ് പാർട്ടിന്റെ ഉള്ളിൽ പ്രിസർവ് ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റ് നൊഡ്യൂൾസിന്റെ ഉള്ളിലാണ്. അതായത് പ്ലാന്റിന്റെ സെല്ലുലാർ ആൻഡ് ടിഷ്യൂ ലെവൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കോൾ ബോൾ ഫോർമേഷനിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3D സ്ട്രക്ചറും റിമെയിൻ ഇൻടാക്ട് ആയിട്ട് തന്നെ നിൽക്കും. ഒരു കാൽക്കേരിയസ് ആയതോ അല്ലെങ്കിൽ സിലീഷ്യസ് ആയതോ അല്ലെങ്കിൽ പൈറിറ്റൈസ്ഡ് ആയതോ ആയിട്ടുള്ളതൊക്കെ കോൾ ബോൾസ് വഴിയാണ്, കോൾ ബോൾസ് വഴിയാണ്, എൻട്രാപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് കോൾ ബോൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലെപ്പിഡോഡെൻഡ്രൺ, കലാമൈറ്റ് ആണ്. നെക്സ്റ്റ് ആംബർ പ്രിസർവേഷൻ ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആംബർ പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ പാർട്ട് റെസീനിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യാണ്, റെസീനിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യാണ് പ്ലാന്റിന്റെ പാർട്ട്. അപ്പൊ ട്രാപ്പ് ചെയ്യുമ്പോൾ അവ ഹാർഡൻ ആവും. ഓക്കെ, അതിനുശേഷം ആ ഒരു റെസീൻ എന്ത് ചെയ്യും, ഹാർഡൻ ആകും ഓവർ ടൈമിൽ. അപ്പൊ ആ ഒരു പ്ലാന്റ് അവിടെ പ്രിസർവ്ഡ് ആയിട്ട് നിൽക്കും. ലീഫിന്റെയും ഫ്ലവറിന്റെയും പോളൻ ഗ്രെയിൻസിന്റെയും ഒക്കെ 3D സ്ട്രക്ചർ പ്രിസർവ് ചെയ്യാനാണ് ആംബർ പ്രിസർവേഷൻ. ചില കേസിൽ സെല്ലുലാർ ഡീറ്റെയിൽസും പോളന്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടാറുണ്ട് ട്ടോ. അപ്പൊ ഇതും എക്സെപ്ഷണലി ഏറ്റവും നല്ല രീതിയിൽ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫോസിൽ എന്ന് പറയുന്നത് ഈ ഒരു ആംബർ പ്രിസർവേഷൻ ആണ്. മെയിൻലി മോർഫോളജി, റീപ്രൊഡക്ഷന്റെ സ്റ്റഡീസിലൊക്കെ ആംബർ പ്രിസർവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആണ് കംപ്രഷൻ ഇംപ്രഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കംപ്രഷൻ ഇംപ്രഷൻ കോമ്പിനേഷൻ ആണ് അഡ്പ്രഷൻ എന്ന് പറയും. അതായത് കാർബൺ ഫിലിമും ഉണ്ടാകും, ഇംപ്രിന്റും ഉണ്ടാകും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫോസിലൈസേഷൻ പ്രോസസ്സ്. സ്യൂഡോ ഫോസിലൈസേഷനും നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റുവേ. സ്യൂഡോ ഫോസിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഫോസിൽ അല്ല, പക്ഷേ ഒരു ഫോസിൽ പോലെ റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് സ്യൂഡോ ഫോസിൽ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് മിനറൽ ഡെപ്പോസിഷനും ഏതെങ്കിലും ഹോൾസിലൊക്കെ മിനറൽ ഡെപ്പോസിഷൻ ഒക്കെ നടന്നിട്ട് എന്തെങ്കിലും ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട്, അതിൽ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ റോക്കിന് നടന്നിട്ട് ഫോസിൽ പോലെയുള്ള സ്ട്രക്ചർ അത് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്രയുള്ള കേസിനെയാണ്
അതായത് നമ്മളിപ്പോ റോക്കിലുള്ള ഡെൻഡ്രൈറ്റ്സ് ഒക്കെ പ്ലാന്റ് പോലെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ചില കേസിൽ അത് റിസംബിൾ ലീഫ് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഫോസിൽ ആണെന്ന് തെറ്റിദ്ധരിക്കാം. അത്തരം കേസിൽ അതിനെയാണ് നമ്മൾ സ്യൂഡോ ഫോസിൽസ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഫോസിലൈസേഷൻ പ്രോസസ്സ്. അതൊന്ന് കട്ട് ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ ആദ്യത്തേത് പെർമിനറലൈസേഷൻ ആയിരുന്നു. മിനറൽസ് ടിഷ്യൂസിൽ ഫില്ല് ചെയ്യും. അവിടെ റീപ്ലേസ്മെന്റ് തന്നെയാണ് നടക്കുന്നത്, പെട്രിഫൈഡ് ആയിട്ടുള്ള വുഡ്. കാരണം റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് മിനറൽ വഴി റീപ്ലേസ് ചെയ്യുന്നു സിലിസിഫൈഡ് ആയിട്ടുള്ള ഫോസിൽ. ആക്ച്വലി ഇത് രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. ദെൻ കാർബണൈസേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എന്ന് പറയുന്നത് കാർബൺ ഫിലിം ഉണ്ടെങ്കിൽ അത് കംപ്രഷൻ ഗ്ലോസോപ്റ്ററിസ് ആണ്. ഇംപ്രഷൻ ഓൺലി ഇംപ്രിന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ലീഫ് ഫോസിൽസ്. മോൾഡ് ആൻഡ് കാസ്റ്റ്, ക്യാവിറ്റി ആണെങ്കിൽ അത് മോൾഡ്, ആ ക്യാവിറ്റിയിൽ മിനറൽ റെപ്ലിക്ക ഫോം ചെയ്താൽ അത് കാസ്റ്റ്. അപ്പൊ എക്സാമ്പിൾ സീഡ് ആണ്. ദെൻ കോൾഡ് ബോൾ കാൽസ്യം കാർബണേറ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് ഇന്റേർണലി പ്രിസർവ് ചെയ്യുന്നത്. കലാമൈഡ്സ് എക്സാമ്പിൾ ആംബർ പ്രിസർവേഷൻ റെസിനിൽ ട്രാപ്പ് ചെയ്യുന്നതാണ് പോളൻ. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ഫോസിൽസ് ആണ്. ഈ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഫോസിൽസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഫോസിൽ ഏതാണ്? ഇംപ്രഷൻ ഫോസിൽസ് ആണ്. അതായത് പ്ലാന്റ് പാർട്ടിന്റെ ഇംപ്രഷൻസ് മാത്രം, ഇംപ്രിന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തേത് കംപ്രഷൻ ഫോസിൽസ്. കാർബൺ ഫിലിം, നേരത്തെ പറഞ്ഞ ഒരു പ്രോസസ്സ് തന്നെ, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലാത്തത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഉള്ളത് പെട്രിഫാക്ഷൻ, അതായത് പെർമിനറലൈസേഷൻ നടന്നിട്ടുള്ള പെട്രിഫൈഡ് വുഡ് ആണ്. കോൾ ബോൾസ് നമ്മൾ പറഞ്ഞു, അതായത് കോൾ ബോൾസ് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് പെർമിനറലൈസേഷൻ തന്നെയാണ് കേട്ടോ. അവിടെ മിനറൽ എന്ന് പറയുന്നത് ആക്ച്വലി കാൽസ്യം കാർബണേറ്റിലാണ് പ്രിസർവ് ചെയ്യുന്നത് എന്നേ വ്യത്യാസമുള്ളൂ. അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതാണ് കോൾ ബോൾസ്. ദെൻ മോൾഡ് ആൻഡ് കാസ്റ്റ് പറഞ്ഞു. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണത് ഇഗ്നോഫോസിൽ ആണ്. ഇഗ്നോഫോസിൽ എന്ന് പറയുന്നത് ട്രേസ് ഫോസിൽ എന്നും പറയും. ഓക്കെ, ഇഗ്നോഫോസിൽ അല്ലെങ്കിൽ ട്രേസ് ഫോസിൽ എന്ന് പറയുമ്പോൾ ഷോ ആക്ടിവിറ്റി ഓഫ് ഓർഗാനിസം. ആക്ച്വലി ഒരു ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോഫോസിൽ യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതിൽ പ്ലാന്റ് ടിഷ്യൂവിന്റെ ആക്ച്വൽ കണ്ടന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എൻവയോൺമെന്റുമായിട്ട് ആ ഒരു സ്പീഷീസിന് ഉണ്ടായിട്ടുള്ള ഇന്ററാക്ഷൻ ഈ ഒരു ഇഗ്നോഫോസിൽ വഴി മനസ്സിലാക്കാൻ പറ്റും. ഫീഡിംഗ് മാർക്ക്, റൂട്ട് ട്രേസസ്, ആ റൂട്ട് ട്രേസിനെ റൈസോലിറ്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ ബോറിംഗ്, ഫോസിൽ വുഡിലൊക്കെ ഉള്ള ആ ഒരു ബോറിങ്സ് വെച്ചിട്ടും കാപ്രോലൈറ്റ്സ് ഒക്കെ, അതായത് പ്ലാന്റിന്റെ ഫ്രാഗ്മെന്റ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാപ്രോലൈറ്റ്സ് ഒക്കെ ഇഗ്നോഫോസിലാണ്. ആക്ടിവിറ്റി ഓഫ് ഓർഗാനിസം കേട്ടാലും നിങ്ങൾ എഴുതേണ്ടത് ഇഗ്നോഫോസിൽസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആംബർ ഫോസിൽ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആംബറിൽ ട്രാപ്പ് ചെയ്ത ഫോസിലിനെയാണ് ആംബർ ഫോസിൽ എന്ന് പറയുന്നത്. അത് കൂടാതെ രണ്ടെണ്ണം കൂടിയുണ്ട്, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തത് മെഗാ ഫോസിൽ ആണ്. അതായത് നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റുന്ന ലാർജ് പ്ലാന്റിന്റെ ഫോസിൽ ആണെങ്കിൽ മെഗാ ഫോസിൽ ആണ് അല്ലെ. സ്റ്റെം, ലീഫ്, റൂട്ട്, കോണ്, ഫോസിൽ വുഡ് ഒക്കെ മെഗാ ഫോസിൽ ആണ്. ദെൻ മൈക്രോ ഫോസിൽ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ പറ്റും. ലൈക്ക് പോളൻ ഗ്രെയിൻസ്, സ്പോറ്, ക്യൂട്ടിക്കിള്, ഫൈറ്റോലിത്ത് ഒക്കെയാണ് മൈക്രോ ഫോസിൽ വരുന്നത്. ദെൻ ഓർഗാനിക് മോളിക്യൂൾസ് പ്രിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫോസിൽസിനെ നമ്മൾ കോമൺ ആയിട്ട് കെമിക്കൽ ഫോസിൽ അല്ലെങ്കിൽ മോളിക്കുലാർ ഫോസിൽസ് എന്നും കൂടി പഠിക്കും. ആ ഒരു ടേമും കൂടി ഓർത്തു വെക്കുക. ഇതിലിപ്പം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇഗ്നോഫോസിൽ മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇംപ്രഷൻ, കംപ്രഷൻ, ഇൻഫിൽട്രേഷൻ, ആംബർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു നോക്കാം. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഓൺലി ഇംപ്രിന്റ്, ലീഫ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കംപ്രഷൻ കാർബൺ ഫിലിം ആണ്, പെട്രിഫൈഡ് മിനറൽ ആണ്, കോൾ ബോൾ ഇന്റേണൽ, മോൾഡ്, ഇഗ്നോഫോസിൽ ആണ്, ആക്ടിവിറ്റി ഓക്കെ അതാണ് റൂട്ട് ട്രീസ്. ബാക്കിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.